9K 9.1. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത് ഞാൻ കാണിച്ചു തന്നത്. എൻ്റെ ചാനൽ ചിത്രാസ് വ്ലോഗ് എന്നുള്ള ഇത് നിങ്ങൾക്ക് നോക്കുമ്പോഴത്തേക്കുള്ള ബിഗിനേഴ്സിന് ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മളെപ്പോലെയുള്ള ബിഗിനേഴ്സിന് എങ്ങനെയാണ് യൂട്യൂബിൽ വീഡിയോയ്ക്കെല്ലാം വ്യൂസ് കിട്ടുന്നതെന്നുള്ള കുറച്ച് കാര്യങ്ങൾ. എൻ്റെ ഒരു വീഡിയോ 9K 9.1K ആയി. അപ്പോൾ അത് എനിക്ക് അതിശയമായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ചു നമ്മുടെ വീഡിയോ ഒന്നും യൂട്യൂബിൽ അങ്ങനെ കൂടുതൽ റീച്ച് ആവത്തില്ല എന്ന്. അപ്പോൾ അതെങ്ങനെയാണ് ഞാൻ ചെയ്തതെന്നുള്ളതും അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഞാനും യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ ആദ്യം കുക്കിംഗ് വീഡിയോസാണ് ഇട്ടിരുന്നത്. അതായത് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഫുഡിൻ്റെ ആണെങ്കിൽ അങ്ങനെയുള്ള കുക്കിംഗ് വീഡിയോസാണ് ഞാനും ചെയ്തിരുന്നത്. അങ്ങനെ ചെയ്ത് കുറച്ചൊക്കെ വ്യൂസ് വന്നു. പിന്നെ എനിക്കൊരു ഗാർഡൻ്റെ ഒരു വീഡിയോ ചെയ്തപ്പോഴത്തേക്കാണ് 1K വ്യൂസ് വന്നത്. പക്ഷേ എനിക്ക് അപ്പോഴും അറിയില്ലായിരുന്നു നമ്മൾ ചെയ്യുമ്പോൾ ഏതിനാണ് കൂടുതൽ വ്യൂസ് വരുന്നത്, അത് വേണം പിന്നെ നമ്മൾ കീപ്പ് ചെയ്യാനെന്നുള്ളത്. അങ്ങനെ ആയപ്പോഴത്തേക്ക് ഞാൻ വീണ്ടും കുക്കിംഗ് വീഡിയോസ് ചെയ്തു. പക്ഷേ എനിക്കതിന് റീച്ച് കിട്ടിയിരുന്നില്ല. കൂടിപ്പോയ ഒരു 200-300. പിന്നെ നമ്മുടെ വ്ളോഗുകളൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് അത്യാവശ്യം വ്യൂസ് വന്നിരുന്നു. പക്ഷെ നമുക്ക് നമ്മളെപ്പോലെയുള്ള ബിഗിനേഴ്സിന് വ്യൂസ് കിട്ടാതിരിക്കുമ്പോൾ നമ്മളങ്ങ് മടിക്കും. എന്തിനാ ഇടുന്നത്, എത്ര വ്യൂസ് ഒന്നും വരുന്നില്ലല്ലോ. ഒരു വീഡിയോ ഇടുന്നതിന് നല്ല കഷ്ടപ്പാടുണ്ട്. വീഡിയോ എടുക്കണം, അത് എഡിറ്റ് ചെയ്യണം, പിന്നെ അത് ആ കറക്റ്റ് സമയത്ത് അപ്ലോഡ് ചെയ്യണം. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മളെപ്പോലെ ഉള്ളവർക്ക് തുടക്കക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, മനസ്സങ്ങ് മടിക്കും. അതുപോലെ ഷോർട്സൊക്കെ ആണെങ്കിലും ഡെയിലി ഒരു ഷോർട്സ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഡെയിലി ഒരു ഷോർട്സ് എന്തായാലും ഇടാൻ നോക്കുക. ആഴ്ചയിൽ ഒരു 2 ലോങ് വീഡിയോ എങ്കിലും ചെയ്യുക. ഈ ലോങ് വീഡിയോയുടെ വാച്ച് അവറാണ് നമുക്ക് മോണി ആവുന്നതിന് വരുന്നത്. അല്ലാണ്ട് ഷോർട്സിൻ്റെ വാച്ച് അവർ എടുക്കത്തില്ല. അല്ലെങ്കിൽ 3 മില്യൺ ഷോർട്സിൻ്റെ വാച്ച് അവറൊക്കെ വേണം, എങ്കിൽ മാത്രമേ നമുക്കത് യൂസ്ഫുൾ ആവത്തുള്ളൂ. പക്ഷേ ഇത് നമുക്ക് ചാനൽ റീച്ച് കൂട്ടാൻ ഷോർട്സ് നല്ലതാണ്. കൂടുതൽ ഒന്നും വേണ്ട, ഒരു 50 സെക്കൻഡോ 1 മിനിറ്റിനകത്തുള്ള ചെറിയ ഷോർട്സുകൾ. ഇപ്പോൾ ഒന്നുമില്ലെങ്കിൽ നമ്മളൊരു ഫുഡ് കഴിക്കണമെങ്കിലും ഫുഡിൻ്റെ ആണെങ്കിലും അല്ലെങ്കിൽ നമ്മളെ വീട്ടിലുള്ള എന്തെങ്കിലുമൊക്കെ ചെറിയ സംഭവങ്ങൾ, നമ്മളൊന്ന് പുറത്ത് പോകുമ്പോഴത്തേക്ക് നമ്മൾ ചെറിയൊരു ഷോപ്പിങ്, ഞാനിട്ടേക്കണ അങ്ങനെയൊക്കെയാണ്. അല്ലാണ്ട് ഒന്ന് ഇമിറ്റേറ്റ് ചെയ്ത് ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല. നമ്മൾ പുറത്ത് പോകുമ്പോഴാണെങ്കിലും നമ്മളുടെ ചെയ്യുന്ന ആക്ടിവിറ്റിയിലാണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാണുന്ന സീനറീസ് ഒരു ചെറിയ നല്ല ട്രെൻഡിങ് സോങ് ചേർത്തിടുകയോ അല്ലെങ്കിൽ നമ്മുടെ തന്നെ ഓൺ വോയിസിൽ തന്നെ ഇടുക. മാക്സിമം നമ്മൾ വോയിസ് കൊടുത്ത് ഇടുന്നതാണ് നല്ലത്. എപ്പോഴും നമ്മളെ ഒരു ചാനൽ കാണുമ്പോൾ ആ ഒരാളിനെയും അവരുടെ സൗണ്ടും ആണ് കൂടുതലും ആൾക്കാർ തിരിച്ചറിയുന്നത്. അപ്പം ഞാനിങ്ങനെ വീഡിയോസ് ഇട്ടുകൊണ്ടിരുന്നു. ഞാൻ വർക്ക് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് എനിക്ക് അങ്ങനെ കൂടുതൽ സമയം ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യാൻ കിട്ടില്ല. എങ്കിലും ഞാൻ കിട്ടുന്ന സമയം എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് കിട്ടുന്ന സമയം ഞാൻ ഇതിന് വേണ്ടിയിട്ട് ചിലവാക്കിയിരുന്നു. അപ്പം ഈവനിങ് തന്നെ ആണെങ്കിലും നമ്മൾ ഓഫീസിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഒരു 1 അവറെങ്കിലും ഒരു ലൈവൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓഡിയൻസും ആയിട്ട് ഒരു ഇൻട്രാക്ഷൻ ഉണ്ടാകുമ്പോഴത്തേക്കും നമുക്ക് നമ്മളെ ചാനലിനെ കൂടുതൽ ആൾക്കാരിലോട്ട് എത്താൻ പറ്റുന്നൊരു കാര്യമാണ് ലൈവൊക്കെ. നമുക്ക് അതിലൂടെ വാച്ച് അവറും കിട്ടും. അപ്പോൾ അങ്ങനെ പറ്റുന്ന ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 1 അവർ ലൈവ് ചെയ്യുക. ആദ്യം ലൈവ് ചെയ്യുമ്പോൾ ആരും ഉണ്ടാവത്തില്ല. അപ്പം നമ്മൾ മടിക്കും, അയ്യോ നമ്മളെ ലൈവിൽ എന്താണോ ആൾ, അതിപ്പം ആദ്യമൊന്നുമല്ല, എപ്പോഴും ലൈവ് ചെയ്തിരുന്നാലും ചിലപ്പം എക്സ്പീരിയൻസ് ആയിട്ടുള്ളൊരു ലൈവ് ചെയ്തിരുന്നാൽ പോലും ഉണ്ടാവത്തില്ല. അത് ചില ദിവസങ്ങളിൽ വ്യൂസ് നമുക്ക് കൂടുതലുണ്ട്, ചില ദിവസങ്ങളിൽ ഒട്ടും കിട്ടത്തില്ല. എന്നാലും നമ്മൾ അതങ്ങ് കണ്ടിന്യൂസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഷോർട്സ് ഇടുക, ലൈവും ചെയ്യുക. പിന്നെ ആണ് നമ്മുടെ വീഡിയോ ചെയ്യുന്നത് ആഴ്ചയിൽ ഒരു 2 വലിയ വീഡിയോ എങ്കിലും നമ്മൾ ചെയ്തിരിക്കണം. അതിപ്പോൾ ഏതാണോ നമ്മൾ നോക്കുക. സ്റ്റാർട്ടിങ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ വീഡിയോ ഇട്ടൊന്ന് നോക്കുക. കുക്കിംഗ് വീഡിയോ ആണെങ്കിൽ നല്ല കുക്കിംഗ് വീഡിയോ ഇടുക. അതിൻ്റെ ടൈറ്റിൽ നന്നായിട്ട് കൊടുക്കുക, ഡിസ്ക്രിപ്ഷൻ നന്നായിട്ട് കൊടുക്കുക, തംബ്നെയിൽ നന്നായിട്ട് സെറ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ചെയ്ത് വച്ച് കഴിഞ്ഞാൽ നമുക്ക് വ്യൂസ് വരും. പക്ഷേ ഈ ഡിസ്ക്രിപ്ഷനിലൊക്കെ നല്ല ഡിസ്ക്രിപ്ഷൻ ഇട്ട് കഴിഞ്ഞാൽ നമ്മളറിയാതെ തന്നെ നമ്മളെ വ്യൂസ് വരും, അത് ഉറപ്പാണ്. അതുപോലെ തന്നെ നമ്മൾ എന്താണോ ചെയ്യുന്നത് അത് ജെനുവിനായിട്ട് നമ്മളത് ചെയ്യുക. ഇപ്പം എൻ്റെ ഒരു വീഡിയോ എടുത്തു കഴിഞ്ഞാൽ തന്നെ ഇപ്പം ഞാൻ സാധാരണ എനിക്ക് എൻ്റെ ചിത്രാസ് വ്ലോഗ് എന്ന് പറഞ്ഞാൽ ഇത് നിങ്ങൾക്ക് നോക്കുമ്പോഴത്തേക്ക് അറിയാൻ പറ്റും. ഇതിൽ ആദ്യമൊക്കെ ഉള്ളതിനൊക്കെ വളരെ കുറച്ച് വ്യൂസാണുള്ളത്. ഈ 47-30 വ്യൂസ് വരെ കിട്ടിയ വീഡിയോസുകളുണ്ട്. പക്ഷേ പിന്നെ എനിക്ക് 1K ഒരു ഗാർഡൻ്റെ വീഡിയോയ്ക്ക് കിട്ടി. അതിനുശേഷം എനിക്ക് അത്ര അറിയത്തില്ലായിരുന്നു, അത് കണ്ടിന്യൂ ചെയ്യണമെന്നുള്ളത് എനിക്ക് അറിയത്തില്ലായിരുന്നു. പിന്നെ ഞാനൊരു എൻ്റെ ഗ്രേ ഹെയറിൻ്റെ ഒരു വീഡിയോ ഞാൻ
അപ്ലോഡ് ചെയ്തു. ഗ്രേ ഹെയറിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോഴത്തേക്ക് അത് എനിക്ക് ഒരു 9K ആയി. ഈ ഒരു വീഡിയോ എനിക്ക് 9K ആയി. 9K ആയപ്പോഴത്തേക്കാണ് എനിക്ക് മനസ്സിലായത്, ശരിയാണ്, നമ്മൾ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അത് വ്യൂസ് ഉണ്ടാവും. പക്ഷേ അത് കറക്റ്റ് രീതിക്ക് നമ്മൾ ടൈറ്റിലും തംബ്നെയിലും ഒക്കെ സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോസും കാണാൻ ആൾക്കാരുണ്ട്. അപ്പോൾ അതൊന്ന് വ്യൂസ് കൂടിയപ്പോഴത്തേക്ക് പിന്നെ ഞാൻ ഇട്ട വീഡിയോസിന് അത്യാവശ്യം വ്യൂസ് ഉണ്ട്. അതിനുശേഷം ഇട്ട വേറൊരു അതുപോലെ തന്നെ ഉള്ളു ഒരു വീഡിയോ ഇട്ടപ്പോൾ 2.3K വന്നു. അപ്പം നമ്മൾ അങ്ങനെയുള്ള വീഡിയോസ് നമുക്ക് ഏതിനാണോ റീച്ച് കിട്ടുന്നത് അങ്ങനെയുള്ള വീഡിയോസ് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വ്യൂസ് കൂടിക്കൊണ്ടിരിക്കും. പക്ഷേ അത് ആഴ്ചയിൽ ഒരു 2 എന്നുള്ള ആ 2 വീഡിയോ കറക്റ്റ് ഇടുക. 2 3 നിങ്ങളുടെ സൗകര്യം കണക്ക്. ഞാനൊരു 2 വീഡിയോ ആണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് അതിൽ കൂടുതൽ വീഡിയോസ് ഇടാം. എത്ര വീഡിയോ ഇടണമെങ്കിൽ നല്ലതാണ്. പക്ഷേ അത് ഇടുന്ന ഒന്നാണെങ്കിൽ അതൊന്ന് നന്നായിട്ട് നമ്മൾ ഇടുക. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളത് വരെ ടൂൺ കൊടുത്തൊന്നും ഇടരുത്. വീഡിയോസ് ടൂൺ കൊടുത്തൊന്നും ഇടരുത്. നമ്മളുടെ വോയിസ് തന്നെ അത് വോയിസ് ചെയ്തിടുന്നതാണ് നല്ലത്. അപ്പം നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അത് നമുക്ക് കോൺഫിഡൻറ്റോടുകൂടി നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും നമ്മളിതാണ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പം അങ്ങനെ വോയിസ് കൊടുത്ത് തന്നെ നമ്മൾ വീഡിയോ ഇടാൻ ശ്രമിക്കുക. അപ്പം എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയുകയാണ്, നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോസിനൊക്കെ വ്യൂസ് വരാതിരിക്കില്ല. ഞാൻ അതുകൊണ്ടാണ് നിങ്ങൾക്കിത് ഞാൻ കാണിച്ചു തന്നത്. എൻ്റെ ചാനൽ ചിത്രാസ് വ്ലോഗ് എന്നുള്ള ചാനലിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും 9.1K ആയ വീഡിയോസ് ഉണ്ട്. അതിന് ശേഷമാണ് പിന്നെ ഞാൻ വീഡിയോസ് ചെയ്യണം, അത് അങ്ങനെ അതുപോലെ തന്നെ ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട്. ലൈവ് സ്ട്രീം ഞാനും ഇപ്പം 2-3 എണ്ണം ചെയ്തു. അതെങ്ങനെയാണ് അതിൻ്റെ ഡീറ്റെയിൽ എന്ന് എനിക്ക് കൂടുതൽ അറിയത്തില്ല. ചിലർ പറയുന്നുണ്ട് അത് ചെയ്ത് കഴിഞ്ഞാൽ മോണി ആവത്തില്ല. പക്ഷെ വാച്ച് അവർ കയറും. അത് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫേസും നമ്മുടെ വോയിസും കൊടുത്ത് മാക്സിമം ചെയ്യുന്നവർ ചെയ്യുക. അല്ലെങ്കിൽ അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടേ ഇരിക്കണം നമ്മൾ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ എനിക്ക് കൂടുതൽ അറിയില്ല. കൂടുതൽ അറിയാതെ എനിക്ക് നിങ്ങളോട് അതിനെപ്പറ്റി പറയാൻ പറ്റില്ല. വീഡിയോയും ഷോർട്സും ലൈവും ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നത് കറക്റ്റായിട്ട് വന്നതുകൊണ്ടാണ് ഞാൻ അതും എൻ്റെ വീഡിയോ ഒന്ന് കൂടുതൽ വ്യൂസ് വന്നതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളും വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ റീച്ച് ഉണ്ടാവില്ല എന്ന് കരുതി മടിക്കേണ്ട ആവശ്യമില്ല. വെറുതെ ഇരിക്കുന്ന വീട്ടമ്മമാരൊക്കെ ആണെങ്കിലും ഇതിലൂടെ ഒരു ഇൻകം വരുവേ അല്ലെങ്കിൽ ഒരു ടൈം പാസ്സായിട്ട് നമുക്ക് എടുക്കുകയോ ഒന്നുമില്ലെങ്കിലും നമ്മൾ കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മുടെ വീഡിയോസ് നമ്മളിപ്പോൾ എത്രയൊക്കെ ആണെങ്കിലും ഫോട്ടോയും വീഡിയോസും നമ്മൾ മൊബൈലിൽ ഇങ്ങനെ സേവ് ചെയ്ത് വെക്കത്തില്ല. അപ്പം നമുക്കൊരു ചാനൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ കുറച്ച് വീഡിയോസ് കിടക്കുമ്പോൾ നമ്മൾ കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ എടുത്ത് ഒന്ന് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് തന്നെ ഭയങ്കര ഒരു സന്തോഷം തോന്നും. അപ്പോൾ അതിനോട് ഒന്ന് റീച്ച് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സൈഡായിട്ടൊരു ഇൻകവും നമുക്ക് വരും. അപ്പം ഇങ്ങനെ ചെയ്യുന്നവർ മടിക്കേണ്ട ആവശ്യമില്ല. കൺസിസ്റ്റൻസി എന്നൊരു സാധനം ഇതിൽ അത്യാവശ്യമാണ്. അപ്പോൾ അത് നമ്മളൊന്ന് കീപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവർക്കും വീഡിയോസൊക്കെ ഇട്ട് വ്യൂസൊക്കെ നന്നായിട്ട് കൂട്ടാൻ പറ്റും. എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ബൈ.